ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം. വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ് നിയമത്തിനുള്ളത്, വസ്തുതകളുടെ പ്രതിരൂപമല്ല. അതിനാൽ ആണ്ടുതോറും അവർ അനുസ്യൂതം അർപ്പിക്കുന്ന ബലിവഴി ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണരാക്കാൻ അതിന് ഒരിക്കലും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആരാധകർ ഒരിക്കൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് പാപബോധമില്ലാത്തവരായി ആ ബലികൾ അർപ്പിക്കപ്പെടുന്നത് നിന്നുപോകുമായിരുന്നില്ലേ? എന്നാൽ അവയിൽ ആണ്ടുതോറും പാപങ്ങളുടെ അനുസ്മരണമാണുള്ളത്. കാരണം കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അരുൾ ചെയ്യുന്നു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ, ദൈവമേ, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ അതിൽ സംപ്രീതനാകുകയോ ചെയ്തില്ല എന്ന് നിയമപ്രകാരം അർപ്പിക്കപ്പെട്ട ബലികളെക്കുറിച്ച് മുകളിൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. അവിടുത്തെ ഹിതത്താൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ എന്നേക്കുമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിന്നിരുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ച ശേഷം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. കാരണം വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷ്യം നൽകുന്നു. ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ നൽകും, അവരുടെ മനസ്സിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അവരുടെ പാപങ്ങളും ദുഷ്കർമ്മങ്ങളും ഞാനിനി ഒരിക്കലും ഓർമ്മിക്കുകയില്ല. ഇവയുടെ മോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ഇല്ല. ആകയാൽ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആത്മധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിനുമേൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയം വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും ചെയ്തുകൊണ്ട് ഉറപ്പോടെയും വിശ്വാസത്തിൻ്റെ സത്യഹൃദയത്തോടെയും നമുക്ക് അടുത്തുചെല്ലാം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ അചഞ്ചലമായി മുറുകെ പിടിക്കാം. സ്നേഹവും സത്പ്രവൃത്തികളും പ്രോത്സാഹിപ്പിക്കുന്നതിനെപ്പറ്റി നമുക്ക് പരസ്പരം ആലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യുന്ന പോലെ നമ്മുടെ സമ്മേളനങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും വേണം. സത്യത്തിൻ്റെ ജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. മറിച്ച് ന്യായവിധിയുടെ സംഭീതമായ ഒരു കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങാൻ പോകുന്ന അഗ്നിയുടെ ക്രോധവും. മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2-3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. ദൈവപുത്രനെ ചവിട്ടി നടക്കുകയും തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തം പ്രത്യേകതയില്ലാത്തതായി കരുതുകയും കൃപയുടെ ആത്മാവിനെ ദുഷിച്ചു പറയുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്രയധികം കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്നും വീണ്ടും കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കുമെന്നും പറഞ്ഞവനെ നാം അറിയുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ ചെന്ന് വീഴുക എത്ര ഭയാനകമാണ്! നിങ്ങൾ പ്രകാശിതരായ ശേഷം സഹനത്തിൻ്റെ വലിയൊരു സമരത്തിന് വശകരായ മുൻകാലങ്ങൾ ഓർക്കുവിൻ. ചിലപ്പോഴെല്ലാം നിങ്ങൾ അധിക്ഷേപങ്ങൾക്കും പീഡനങ്ങൾക്കും പരസ്യ കാഴ്ചവസ്തുക്കളാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇങ്ങനെ സഹിച്ചവരുടെ കൂട്ടാളികളാകുകയും ചെയ്തു. തടവുകാരോട് നിങ്ങൾ സഹതപിക്കുകയും ഉത്കൃഷ്ടതരവും
നിലനിൽക്കുന്നതുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ധനത്തിൻ്റെ ബലമായ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയരുത്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരും, അവൻ താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ അല്ല, വിശ്വാസത്തിലൂടെ ആത്മാവ് കാത്തുസൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം.